അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാവുകളും പകലുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ടും അള്ളാഹുവിനോടുള്ള ദുആകൾ കൊണ്ടും വളരെയധികം സജീവമായിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്കകൾ, ഒരു പുഞ്ചിരി അടക്കം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ അയാളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും, അയാൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക് വ ഇലൽ ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പ്രവാചകരെ, വലഖദ് ഊഹിയ ഇലൈക, താങ്കൾക്ക് വഹി നൽകിയതുപോലെ തന്നെ വ ഇലൽ ലദീന മിൻ ഖബ്ലിക്, താങ്കളുടെ മുൻഗാമികൾക്കും നാം വഹി നൽകിയിട്ടുണ്ട്, അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അള്ളാഹു വഹി നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നിഷ്ഫലമായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. അത് പ്രവാചകന്മാർ ശിർക്ക് ചെയ്യും എന്ന അർത്ഥത്തിലല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത്രയും ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക്. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോവുകയും വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകരെ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പോകും. ആരൊക്കെയാണോ അങ്ങനെ ചെയ്യുന്നത് അവരെല്ലാം നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന്. അപ്പൊ നമുക്ക് ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരാത്ത രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിശുദ്ധ റമളാനിൽ വരെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളോട് സഹായം തേടുന്ന ആളുകൾ, ബദരീങ്ങൾ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ ഇപ്പോഴും മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ റമളാനിലടക്കം അവർ ചെയ്ത കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ റമളാനിലടക്കം അവർ എടുത്ത നോമ്പിനെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ റമളാനിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം, അവർ ചെയ്ത സ്വതക്കകളെല്ലാം അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും അപകടകരമായ കാര്യമാണ് ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മൾ ശിർക്കിലേക്ക് പോകാൻ പാടില്ല. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശിർക്കിനെ അകറ്റി നിർത്തുകയും തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഹറാമുകളിലേക്ക് നമ്മൾ പോകരുത്. ഹറാമുകൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, നമ്മുടെ കർമ്മങ്ങളെ നശിപ്പിക്കും, നമ്മുടെ പ്രാർത്ഥനകൾ പോലും തിരസ്കരിക്കപ്പെടും. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമാകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു ത്വയ്യിബാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധമല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല.
ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്, പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് 1-2 ആയത്തുകൾ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിച്ചു. നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾ ഹലാലായതാണ് ഉപയോഗിക്കേണ്ടത്, ത്വയ്യിബായതാണ് ഉപയോഗിക്കേണ്ടത്, പരിശുദ്ധമായതും അനുവദനീയമായതുമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന ആയത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുമ്മ ദക്കറ റജുൽ, ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അയാളുടെ പ്രത്യേകത യുതീലു സഫർ, അയാൾ ദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട്. അഷ്ഹസ അഖ്ബറ, എങ്ങനെയാണ് അയാൾ ദീർഘമായി യാത്ര ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അയാളുടെ തലമുടിയാകെ ജട പിടിച്ചിട്ടുണ്ട്, അയാളുടെ ശരീരമാസകലം പൊടി പുരണ്ടിട്ടുണ്ട്. അയാളെ കണ്ടാൽ തന്നെ അറിയാം, അയാളുടെ വസ്ത്രം നോക്കിയാൽ, അയാളുടെ ശരീരം നോക്കിയാൽ, അയാളുടെ തലമുടിയിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും അയാൾ ഒരു യാത്രക്കാരനാണ്, ദീർഘമായി യാത്ര ചെയ്തവനാണ് എന്ന്. എന്തിനാണ് ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ യാത്ര ചെയ്തവനാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് എന്നറിയുമോ? യാത്രക്കാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. യാത്രക്കാരുടെ പ്രാർത്ഥന, യാത്രക്കിടയിലുള്ള പ്രാർത്ഥന, ദീർഘമായ യാത്രയാണെങ്കിൽ പ്രത്യേകിച്ചും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. യാത്ര ഒരു പരീക്ഷണമാണ്, അതിനിടയിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അപ്പൊ ഇയാൾ അത്രയധികം യാത്ര ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ പൊടി വരുമാറ്, അതേപോലെ തലമുടി ജട പിടിക്കുമാറ്, വസ്ത്രമൊക്കെ അഴുക്ക് പുരലുമാറ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് അയാൾ ചെയ്യുന്നു യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാളുടെ 2 കൈകളും അയാൾ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. ആകാശത്തിലേക്ക് ഉയർത്തി അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ എന്ന് അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പ്രാർത്ഥിക്കുമ്പോൾ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം അത് ഹറാമായിരുന്നു, അയാൾ ധരിച്ച വസ്ത്രം അത് ഹറാമായിരുന്നു, അയാൾ കുടിച്ച വെള്ളം അതും ഹറാമായിരുന്നു. ഇയാൾ ഹറാമിൽ ജീവിച്ചവനെ പോലെ. ചില റിപ്പോർട്ടുകളിൽ വമർക്കബുഹു ഹറാം, അയാൾ യാത്ര ചെയ്ത വാഹനവും ഹറാമായിരുന്നു എന്ന്. അപ്പൊ ഹറാമായ ഭക്ഷണം കഴിച്ച്, ഹറാമായ വെള്ളം കുടിച്ച്, ഹറാമായ വസ്ത്രം ധരിച്ച്, ഹറാമായ വാഹനത്തിലൂടെ യാത്ര ചെയ്ത് അയാൾ അത്രയും ആത്മാർത്ഥമായി തന്നെ അയാൾ പ്രാർത്ഥിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ എന്ന്. വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത് എന്ന. സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹു കേൾക്കും, യാത്രക്കാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഹറാമുകളുണ്ടോ, നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ഒന്ന് ശിർക്കിനെ നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. രണ്ടാമതായി ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ കയറാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത ഒരു സൽക്കർമ്മവും നഷ്ടപ്പെടില്ല എന്നും ആത്മാർത്ഥമായി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.